നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അഗ്നിവീർ പദ്ധതി നിർത്തലാക്കണം, ജാതി സെൻസസ് നടപ്പാക്കണം, സഖ്യകക്ഷികളുടെ ആവശ്യങ്ങളിൽ കുരുങ്ങി ബിജെപി. എം വി ഗോവിന്ദന്റെ അപകീർത്തി കേസ്, സ്വപ്ന സുരേഷിന് ജാമ്യം. കേസ് ഈ മാസം 26 മാറ്റി. പക്ഷിപ്പനിയുടെ പുതിയ വൈറസ് വകഭേദം ബാധിച്ചുള്ള ലോകത്തെ ആദ്യ മരണം സ്ഥിരീകരിച്ച് ലോകാരോഗ്യ സംഘടന. UN സ്കൂളിന് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം, 27ഓളം പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ലെബനനിലെ US എംബസിക്ക് പുറത്ത് വെടിവെപ്പ്. വാർത്തകൾ വിശദമായി. സർക്കാർ രൂപീകരണത്തിന് സഖ്യകക്ഷികൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ ചർച്ച തുടങ്ങി ബിജെപി. സ്പീക്കർ സ്ഥാനം ചോദിക്കുന്ന TDPക്ക് മന്ത്രിസഭയിൽ 2 പ്രധാന വകുപ്പുകൾ നൽകി അനുനയിപ്പിക്കാനാണ് ബിജെപി നീക്കം. ഇതിനിടെ ജാതി സെൻസസ് നടപ്പാക്കണമെന്നും അഗ്നിവീർ പദ്ധതി നിർത്തലാക്കണമെന്നും നിർദ്ദേശിച്ച് JDU സമ്മർദ്ദം ശക്തമാക്കി. പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദിയുടെ പേര് ഇന്നലെ NDA സഖ്യകക്ഷികൾ അംഗീകരിച്ചിരുന്നു. ആന്ധ്രയിലെ വിജയത്തിനും സഹായിച്ചത് മോദിയുടെ നേതൃത്വമാണെന്നാണ് ചന്ദ്രബാബു നായിഡു യോഗത്തിൽ പറഞ്ഞത്. ജനവിധി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകാനാണെന്ന് NSP നേതാവ് പ്രഫുൽ പട്ടേലും വ്യക്തമാക്കി. എത്രയും വേഗം സർക്കാർ രൂപീകരിക്കണം എന്നാണ് നിതീഷ് കുമാർ നിർദ്ദേശിച്ചത്. 4 മന്ത്രിമാർ വേണമെന്നാണ് JDU നിർദ്ദേശിച്ചത്. റെയിൽവേ, കൃഷി, ഗ്രാമവികസനം എന്നീ വകുപ്പുകളും JDU നൽകിയ പട്ടികയിലുണ്ട്. 6 മന്ത്രിമാരെ നൽകണമെന്ന നിർദ്ദേശമാണ് ചന്ദ്രബാബു നായിഡു മുന്നോട്ട് വെച്ചിരിക്കുന്നത്. IT, വാണിജ്യം, ട്രാൻസ്പോർട്ട് എന്നീ വകുപ്പുകളും നായിഡു ആവശ്യപ്പെടുന്നു. NDAയിൽ ഉറച്ചു നിൽക്കുകയാണെന്നും ഇന്ത്യ സഖ്യവുമായി ഒരു ചർച്ചയുമില്ലെന്നും TDP വ്യക്തമാക്കിയിട്ടുണ്ട്. ജൂൺ 9 പ്രധാനമന്ത്രി, ചില മന്ത്രിമാരും ചുമതലയേൽക്കും. കൂടുതൽ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ തൊട്ടടുത്ത ദിവസങ്ങളിൽ നടത്തുന്നതും ആലോചനയുണ്ടെന്ന് ഉന്നത വൃത്തങ്ങൾ പറഞ്ഞു. അതേസമയം ബീഹാറിന് പ്രത്യേക സംസ്ഥാന പദവി നൽകണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് JDU നേതാവ് KC ത്യാഗി വ്യക്തമാക്കി. നീറ്റ് പരീക്ഷയിൽ അട്ടിമറി നടന്നുവെന്ന ഗുരുതര ആരോപണവുമായി വിദ്യാർത്ഥികൾ. നീറ്റ് പരീക്ഷ വീണ്ടും നടത്തണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് പരാതി നൽകി. നീറ്റ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചപ്പോൾ 67 പേർക്ക് 1ാം റാങ്ക് ലഭിച്ചതാണ് ചർച്ചയാകുന്നത്. ഇതിൽ അട്ടിമറിയുണ്ടെന്നാണ് പരാതി. 47 പേർക്ക് 1ാം റാങ്ക് ലഭിച്ചത് ഗ്രേസ് മാർക്കിലൂടെയാണെന്നും ഇതിൽ ക്രമക്കേടുണ്ടെന്നുമാണ് ആരോപണം. നീറ്റ് പരീക്ഷയിൽ അട്ടിമറി നടന്നുവെന്ന ഗുരുതര ആരോപണത്തിൽ പരാതികളെക്കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രാലയം അന്വേഷിക്കും. അതേസമയം 1ാം റാങ്കുകളിൽ വിശദീകരണവുമായി NTA രംഗത്തെത്തി. NCERT പാഠപുസ്തകത്തിലെ ഉത്തരത്തിന്റെ പിഴവിനാണ് ഗ്രേസ് മാർക്ക് എന്നാണ് NTAയുടെ വിശദീകരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന്റെ അന്ന് വൈകിട്ടാണ് നീറ്റ് പരീക്ഷാ ഫലം വന്നത്. കേരളത്തിൽ നിന്നും ഉത്തരേന്ത്യയിൽ നിന്നുമടക്കം വിദ്യാർത്ഥികൾ പരീക്ഷയിൽ അട്ടിമറി ആരോപിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായ പ്രചാരണമാണ് നടത്തുന്നത്. 67 പേരും 720-ൽ 720 നേടി 1ാം റാങ്ക് നേടുന്നത് അസാധാരണ സംഭവമാണെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. കഴിഞ്ഞ തവണ 1ാം റാങ്ക് 1-2 പേർക്ക് മാത്രമാണ് ലഭിച്ചിരുന്നത്. ഒരേ സെന്ററിൽ പരീക്ഷ എഴുതിയവർക്ക് ഉൾപ്പെടെ 1ാം റാങ്കുകൾ ലഭിച്ചിട്ടുണ്ട്. ഇതിൽ അട്ടിമറി നടന്നുവെന്നാരോപിച്ച് 100-ലധികം പരാതികളാണ് ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് ലഭിച്ചിട്ടുള്ളത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നൽകിയ അപകീർത്തി കേസിൽ സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന് ജാമ്യം. തളിപ്പറമ്പ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായാണ് സ്വപ്ന സുരേഷ് ജാമ്യമെടുത്തത്. പലതവണ ഹാജരാകാൻ സമൻസ് നൽകിയെങ്കിലും കേസിൽ 1ാം പ്രതിയായ സ്വപ്ന സുരേഷ് കോടതിയിൽ ഹാജരായിരുന്നില്ല. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നൽകിയ അപകീർത്തി കേസിൽ സ്വർണ്ണക്കടത്ത് കേസിൽ കോടതി വാറന്റ് പുറപ്പെടുവിച്ചതിനെ തുടർന്നാണ് ഹാജരായത്. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും എതിരായ ആരോപണങ്ങൾ പിൻവലിച്ചാൽ 30 കോടി രൂപ വിജേഷ് പിള്ള മുഖേന MV ഗോവിന്ദൻ വാഗ്ദാനം ചെയ്തെന്നായിരുന്നു ഫേസ്ബുക്കിലൂടെ സ്വപ്നയുടെ ആരോപണം. മുഖ്യമന്ത്രിക്കും തനിക്കും ഇത് അപകീർത്തി ഉണ്ടാക്കിയെന്ന് കാട്ടിയാണ് ഗോവിന്ദൻ കോടതിയെ സമീപിച്ചത്. സ്വപ്നയ്ക്കെതിരെ CPM ഏരിയ സെക്രട്ടറി നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തിരുന്നു. ഇത് റദ്ദാക്കണമെന്ന സ്വപ്നയുടെ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നപ്പോൾ രാജ്യത്ത് നോട്ടയ്ക്ക് കിട്ടിയ വോട്ടുകളും ചർച്ചയിൽ ഇടം നേടിയിരുന്നു. വിവിധ മണ്ഡലങ്ങളിൽ ജനം സ്ഥാനാർത്ഥികളെ തള്ളി നോട്ടയ്ക്ക് വോട്ട് നൽകി. ഈ തെരഞ്ഞെടുപ്പിൽ ആകെ 63,47,509 വോട്ടുകളാണ് രാജ്യത്ത് നോട്ടയ്ക്ക് രേഖപ്പെടുത്തിയതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന കണക്ക്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, സംസ്ഥാന BJP അധ്യക്ഷൻ CR പാട്ടീൽ തുടങ്ങിയവർ കനത്ത ഭൂരിപക്ഷത്തിൽ ജയിച്ച ഗുജറാത്തിൽ 4.5 ലക്ഷത്തോളം പേരാണ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നോട്ടയ്ക്ക് വോട്ട് നൽകിയതെന്നാണ് റിപ്പോർട്ട്. ഗുജറാത്തിൽ BJPക്ക് ശക്തമായ വേരോട്ടമുള്ള ലോക്സഭാ മണ്ഡലങ്ങളിലടക്കം നോട്ടയ്ക്ക് വോട്ട് രേഖപ്പെടുത്തിയവർ ഏറെയാണ്. ഗുജറാത്തിലെ വിവിധ ലോക്സഭാ മണ്ഡലങ്ങളിൽ നോട്ടയ്ക്ക് വോട്ട് കൂടാൻ കാരണം BJPക്കെതിരെ ഉയരുന്ന ജനരോക്ഷമാണെന്നാണ് വിലയിരുത്തൽ. പോസ്റ്റൽ ബാലറ്റ് വോട്ടുകളിലടക്കം നോട്ടയ്ക്ക് വോട്ട് രേഖപ്പെടുത്തിയവരുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇൻഡോറിൽ മത്സരിച്ച BJP സ്ഥാനാർത്ഥി ശങ്കർ ലാൽവാനി 10 ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. എന്നാൽ തൊട്ടടുത്ത സ്ഥാനം നോട്ടയ്ക്കായിരുന്നു. ഇൻഡോറിൽ
കോൺഗ്രസ് സ്ഥാനാർത്ഥി BJPയിലേക്ക് ചേക്കേറിയിരുന്നു. ഇതിന് പിന്നാലെ BJP സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നതിന് പകരം നോട്ടയ്ക്ക് വോട്ട് നൽകാൻ പ്രചരണം ശക്തമായിരുന്നു. പക്ഷിപ്പനിയുടെ പുതിയ H5N2 വൈറസ് വകഭേദം ബാധിച്ചുള്ള ലോകത്തെ ആദ്യ മരണം സ്ഥിരീകരിച്ച് ലോകാരോഗ്യ സംഘടന. മെക്സിക്കൻ സ്വദേശിയായ 59-കാരനാണ് മരിച്ചത്. ലോകത്താദ്യമായി H5N2 പകർച്ച സ്ഥിരീകരിച്ച മനുഷ്യനും ഇയാൾ തന്നെയാണ്. എവിടെ നിന്നാണ് ഇയാൾക്ക് വൈറസ് ബാധയേറ്റതെന്ന് കണ്ടെത്താനായിട്ടില്ല. മെക്സിക്കോ സിറ്റിയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. പനിയും ശ്വാസമുട്ടലും മൂലമാണ് ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മെക്സിക്കോയിലെ കോഴി ഫാമുകളിൽ H5N2 വൈറസ് സാന്നിധ്യം നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. അമേരിക്കയിലെ H5N1 പടർച്ചയുമായി ഈ സംഭവത്തിന് ബന്ധമില്ലെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ മനുഷ്യരിലേക്കുള്ള പക്ഷിപ്പനിയുടെ പകർച്ചാ സാധ്യതകൾ കുറവാണെന്നും ലോകാരോഗ്യ സംഘടന വിശദമാക്കി. 51-കാരന് വൈറസ് ബാധയേൽക്കാനുള്ള ഉറവിടത്തെക്കുറിച്ച് ഇനിയും കണ്ടെത്താനായിട്ടില്ലെന്നാണ് മെക്സിക്കോയിലെ ആരോഗ്യവകുപ്പും വിശദമാക്കുന്നത്. കോഴി ഫാമുകളിൽ നിന്നോ മറ്റെന്തെങ്കിലും തരത്തിൽ മൃഗങ്ങളുമായി 59-കാരൻ സമ്പർക്കത്തിൽ വന്നതായി കണ്ടെത്താനായിട്ടില്ല. 3 ആഴ്ചയോളമായി കിടപ്പിലായ ശേഷമാണ് ഇയാൾ ചികിത്സ തേടിയത്. ഇയാൾക്ക് ടൈപ്പ് 2 പ്രമേഹവും വൃക്ക തകരാറും ഉണ്ടായിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. നേരത്തെ മാർച്ച് മാസത്തിൽ മെക്സിക്കോയിലെ മിച്ചോഗാൻ സംസ്ഥാനത്ത് ഒരു കുടുംബത്തിൽ H5N2 വൈറസ് ബാധ സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ മനുഷ്യരിലേക്ക് പകരില്ലെന്ന നിരീക്ഷണത്തിൽ സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. എന്നാൽ ഏപ്രിലിലുണ്ടായ മരണത്തോടെ മെക്സിക്കോ വൈറസ് ബാധയെക്കുറിച്ച് ലോകാരോഗ്യ സംഘടനയെ അറിയിക്കുകയായിരുന്നു. ആധാർ നമ്പറുകളുള്ള എല്ലാ വ്യക്തികളും എൻറോൾമെന്റ് തീയതി മുതൽ 10 വർഷത്തിലൊരിക്കലെങ്കിലും ആധാർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നിർദ്ദേശിച്ചു. ആധാർ കാർഡ് ഉപയോക്താക്കൾക്ക് ജൂൺ 14 വരെ സൗജന്യമായി ആധാർ രേഖകൾ അപ്ഡേറ്റ് ചെയ്യാം. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും ആധാർ സേവനം ലഭ്യമാകുന്നതിന് 50 രൂപയാണ് ഫീസ് നൽകേണ്ടത്. 10 വർഷം മുമ്പെടുത്ത ആധാർ കാർഡുകളിൽ ഇതുവരെയും യാതൊരുവിധ പുതുക്കലും നടത്താത്തവരാണ് ആധാർ പുതുക്കേണ്ടത്. തിരിച്ചറിയൽ മേൽവിലാസ രേഖകൾ myAadhar.in വഴി ആധാർ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം ഡോക്യുമെന്റ് അപ്ഡേറ്റ് ചെയ്യാം. മൊബൈൽ നമ്പർ ആധാറുമായി ബന്ധിപ്പിച്ചവർക്ക് മാത്രമേ ഓൺലൈൻ സംവിധാനം ഉപയോഗിക്കാൻ സാധിക്കൂ. ആധാർ സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കാൻ ആധാറിൽ മൊബൈൽ നമ്പർ, ഇമെയിൽ എന്നിവ നൽകണം. ഇതുവരെ ആധാറിൽ മൊബൈൽ നമ്പർ, ഇമെയിൽ എന്നിവ നൽകാതിരുന്നവർക്കും നിലവിലുള്ള ആധാറിൽ മൊബൈൽ നമ്പർ, ഇമെയിൽ എന്നിവ മാറ്റം വന്നവർക്കും അക്ഷയ ആധാർ കേന്ദ്രങ്ങൾ വഴി അപ്ഡേറ്റ് ചെയ്യാം. 2024 ജൂൺ 14 ശേഷം ആധാർ ഓൺലൈനായി അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുമെങ്കിലും ഫീസ് ബാധകമാകും. ഓൺലൈൻ അപ്ഡേറ്റുകൾക്ക് 25 രൂപയും ഓഫ്ലൈൻ അപ്ഡേറ്റുകൾക്ക് 50 രൂപയും ഈടാക്കുമെന്നാണ് വിവരം. രാജ്യത്തെ ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലം വർഷങ്ങൾക്കു ശേഷം തിരിച്ചുപിടിച്ച് കോൺഗ്രസ്. വാശിയേറിയ പോരാട്ടത്തിനൊടുവിലാണ് സിറ്റിംഗ് MP ആയ മുഹമ്മദ് ഫൈസലിനെ പരാജയപ്പെടുത്തി കോൺഗ്രസ് സ്ഥാനാർത്ഥി മുഹമ്മദ് ഹംദല്ല സെയ്ദ് ലക്ഷദ്വീപിൽ ജയിച്ചു കയറിയത്. BJP പിന്തുണയിൽ മത്സരിച്ച TP യൂസഫിന് കെട്ടിവെച്ച പണവും നഷ്ടമായി. 10 ദ്വീപുകളിലായി 55 ബൂത്തുകളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ആകെ 57,784 വോട്ടർമാർ ഉണ്ടായിരുന്നു. വാശിയേറിയ പോരാട്ടം നടന്ന തെരഞ്ഞെടുപ്പിൽ 6 റൗണ്ടിൽ വോട്ടെണ്ണൽ അവസാനിച്ചപ്പോൾ കോൺഗ്രസ് തിരിച്ചെത്തി. 2647 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് മുഹമ്മദ് ഹംദുല്ല സെയ്ദ് ജയിച്ചു കയറിയത്. സെയ്ദ് 25,726 വോട്ട് നേടിയപ്പോൾ NCP ശരത് പവാർ പക്ഷത്തിന്റെ സിറ്റിംഗ് MP PV മുഹമ്മദ് ഫൈസലിന് 23,079 വോട്ട് ലഭിച്ചു. BJP പിന്തുണയിൽ മത്സരിച്ച NCP അജിത് പവാർ പക്ഷം സ്ഥാനാർത്ഥി TP യൂസഫിന് 201 വോട്ട് മാത്രമാണ് ലഭിച്ചത്. കെട്ടിവച്ച കാശ് പോലും NDAക്ക് ലഭിച്ചില്ല. ആരോഗ്യരംഗത്തടക്കം അടിസ്ഥാന സൗകര്യങ്ങളിൽ പോലും ഏറെ പിന്നിലായ ദ്വീപിനായി വാഗ്ദാനം നൽകിയതൊന്നും ചെയ്തില്ല. പ്രതിസന്ധി കാലത്ത് ദ്വീപ് ജനതയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്നീ വിമർശനങ്ങളും BJPയിലേക്കെന്ന പ്രചാരണവും കൊഴുത്തതോടെയാണ് ഫൈസലിന് ദ്വീപ് കൈവിട്ടത്. 2009 26 വയസ്സിന്റെ ചുറിയുർക്കിൽ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ MP-ആയി ലക്ഷദ്വീപിനെ ലോക്സഭയിൽ പ്രതിനിധീകരിച്ച വ്യക്തിയാണ് ഹംദുല്ല സെയ്ദ്. മുൻ MP PM സെയ്ദിന്റെ മകനായ ഇദ്ദേഹത്തിന് പക്ഷേ 2014 2019 കനത്ത പരാജയം നേരിടേണ്ടി വന്നു. നൂറുകണക്കിന് അഭയാർത്ഥികളുള്ള ഗാസയിലെ UN സ്കൂളിന് നേരെയുണ്ടായ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ 27ഓളം പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ സ്കൂളിൽ അഭയം തേടിയെത്തിയ ഗാസയിലുള്ളവരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നസ്രത്ത് അഭയാർത്ഥി ക്യാമ്പിലെ സ്കൂളിൽ ഇസ്രായേലിന്റെ 2 മിസൈലുകളാണ് പതിച്ചതെന്നാണ് പ്രാദേശിക മാധ്യമങ്ങളെ ഉദ്ധരിച്ച് BBC റിപ്പോർട്ട് ചെയ്യുന്നത്.
ക്രൂരമായ രീതിയിലുള്ള കൂട്ടക്കൊല നടന്നതായാണ് ഹമാസ് വക്താക്കൾ വിശദമാക്കുന്നത്. വ്യാഴാഴ്ച രാവിലെയോടെ പാലസ്തീനിലെ മാധ്യമപ്രവർത്തകർ എക്സിൽ പോസ്റ്റ് ചെയ്ത ദൃശ്യങ്ങളിൽ ദേർ അൽ ബലാലിയയിലെ അൽ ഖൈസ ആശുപത്രിയിലേക്ക് പരിക്കേറ്റവരുടെയും മരിച്ചവരുടെയും മൃതദേഹങ്ങളുടെ നീണ്ടുനിരയുടെയും വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം ഇസ്രായേൽ സേനയുടെ പ്രസ്താവനയിൽ ഹമാസ് കേന്ദ്രത്തിൽ ആക്രമണം നടത്തിയെന്നാണ് വിശദമാക്കുന്നത്. ഒക്ടോബർ 7 നടന്ന ആക്രമണത്തിൽ പങ്കെടുത്ത തീവ്രവാദികളാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്നാണ് ഇസ്രായേൽ സൈന്യം വിശദമാക്കുന്നത്. ഒക്ടോബറിൽ ദക്ഷിണ ഇസ്രായേലിലുണ്ടായ ആക്രമണത്തിൽ 1200 പേർ കൊല്ലപ്പെടുകയും 251 പേരെ ബന്ദിയാക്കുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ ഉണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസയിൽ 36,580 പേരാണ് കൊല്ലപ്പെട്ടത്. നസ്രത്തിലെ ആക്രമണത്തിനു മുൻപ് സാധാരണ ജനങ്ങൾക്ക് അപകടമുണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചതായാണ് ഇസ്രായേൽ സേന വ്യക്തമാക്കുന്നത്. ലെബനനിൽ ബെയ്റൂട്ടിലുള്ള US എംബസിക്ക് പുറത്ത് വെടിവയ്പ് നടത്തിയാൽ പിടിയിൽ. സിറിയൻ പൗരനാണ് വെടിയുതിർത്തതെന്നു മാത്രമാണ് ലബനീസ് സൈനികർ പുറത്തുവിടുന്ന വിവരം. സൈന്യത്തിന്റെ പ്രത്യാക്രമണത്തിൽ പരിക്കേറ്റ അക്രമിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ലെബനിൽ ബെയ്റൂട്ടിലുള്ള US എംബസിക്ക് പുറത്ത് നടന്ന ആക്രമണ കാരണം വ്യക്തമായില്ല. അതേസമയം ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന അറബിയിൽ എഴുതിയ കറുത്ത ഷർട്ട് ധരിച്ച അക്രമിയുടെ ചിത്രം ലബനീസ് മാധ്യമങ്ങൾ പുറത്തുവിട്ടു. വസ്ത്രത്തിൽ ഇംഗ്ലീഷിൽ IS എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അരമണിക്കൂറോളം എംബസിക്ക് പുറത്ത് വെടിവെയ്പ് നടന്നതായാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എംബസിയുടെ പ്രവേശന കവാടത്തിലെത്തിയ അക്രമി റൈഫിൾ ഉപയോഗിച്ച് വെടിയുതിർക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ആക്രമണത്തിൽ ജീവനക്കാർക്ക് പരിക്കേറ്റിട്ടില്ലെന്നും ലെബനൻ സൈനികരും എംബസിയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരും അതിവേഗം സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയതായി US എംബസി വിശദീകരിച്ചു. 2024 T20 ലോകകപ്പിൽ ജയത്തോടെ തുടങ്ങി ഇന്ത്യ. ഗ്രൂപ്പ് എയിൽ നടന്ന മത്സരത്തിൽ അയർലൻഡിനെ 8 വിക്കറ്റിനാണ് പരാജയപ്പെടുത്തിയത്. ടോസ് നേടിയ ശേഷം ഫീൽഡിംഗ് തെരഞ്ഞെടുത്ത് അയർലൻഡിനെ 16 ഓവറിൽ 96 റൺസിന് പുറത്താക്കിയ ഇന്ത്യ 12.2 ഓവറിൽ 2 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ലക്ഷ്യം കണ്ടു. പിച്ചിലെ അപ്രതീക്ഷിത ബൗൺസ് ബുദ്ധിമുട്ട് സൃഷ്ടിച്ച മത്സരത്തിൽ രോഹിത് ശർമ്മയുടെ അർദ്ധ സെഞ്ചുറിയാണ് ജയം എളുപ്പമാക്കിയത്. 37 പന്തുകൾ നേരിട്ട് 52 റൺസ് എടുത്ത രോഹിത് കൈക്ക് പന്ത് കൊണ്ടതിനെ തുടർന്ന് റിട്ടയർഡ് ഹാർട്ടായി മടങ്ങുകയായിരുന്നു. 3 സിക്സും 4 4ഉം അടങ്ങുന്നതായിരുന്നു ക്യാപ്റ്റന്റെ ഇന്നിംഗ്സ്. രോഹിത്തിനൊപ്പം ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്ത വിരാട് കോഹ്ലിക്ക് 5 പന്തിൽ നിന്ന് 1 റൺ മാത്രമാണ് നേടാനായത്. പിന്നാലെ 2ാം വിക്കറ്റിൽ ഒന്നിച്ച രോഹിത് ഋഷഭ് പന്ത് സഖ്യം 54 റൺസ് ചേർത്ത് മത്സരം വരുതിയിലാക്കി. തുടർന്ന് 10ാം ഓവറിന് ശേഷം രോഹിത് റിട്ടയർഡ് ഹാർട്ടായി മടങ്ങി. 26 പന്തിൽ 2 സിക്സും 3 4ഉം അടക്കം 36 റൺസോടെ പുറത്താകാതെ നിന്ന പന്ത് 12ാം ഓവറിലെ 2ാം പന്ത് അതിർത്തി കടത്തി ഇന്ത്യയെ വിജയത്തിലെത്തിക്കുകയായിരുന്നു. സൂര്യകുമാർ യാദവാണ് പുറത്തായ മറ്റൊരു താരം. 3 വിക്കറ്റ് വീഴ്ത്തിയ ഹാർദിക് പാണ്ഡ്യയും 2 വിക്കറ്റ് വീതം നേടിയ അർഷദീപ് സിംഗും ജസ്പ്രീത് ബുംറയുമാണ് ഐറിഷ് നിരയെ എറിഞ്ഞിട്ടത്. ഇന്ത്യൻ ബോളർമാർക്കെതിരെ മത്സരത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും പിടിച്ചു നിൽക്കാൻ അയർലൻഡിനായില്ല. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.